അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, അദബും ഇസ്ലാമും അക്കാദമിക ആഖ്യാനങ്ങളിലെ മുസ്ലിം വിദ്യാഭ്യാസം നഖീബുൽ അത്താസിനെ വായിക്കുമ്പോൾ എന്നതാണ് പ്രതിപാദ്യ വിഷയം. സയ്യിദ് മുഹമ്മദ് അൻ നഖീബുൽ അത്താസ്, മലേഷ്യൻ ഫിലോസഫറും മുസ്ലിം പണ്ഡിതനുമായ അദ്ദേഹത്തിന് പാരമ്പര്യ ഇസ്ലാമിന്റെ ജ്ഞാനശാസ്ത്രത്തിൽ വേരൂന്നി വിദ്യാഭ്യാസ ചിന്തയും മുസ്ലിം വിദ്യാഭ്യാസ ചിന്തകളെ കുറിച്ചുള്ള ഗവേഷണങ്ങളും ലോകത്ത് വലിയ ശ്രദ്ധ നേടിയ ഒന്നാണ്. നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണികളിൽ അതിപ്രധാനമായിട്ട് നഖീബുൽ അത്താസ് പറയുന്നത് അത് പാശ്ചാത്യ നാഗരികതയും അതിന്റെ വിജ്ഞാനീയങ്ങളുമാണ്. ആധുനികവുമായുള്ള ഈ ഇഴകിച്ചേരലില് മുസ്ലിം സമൂഹത്തിന് നഷ്ടപ്പെട്ടുപോയ ഇസ്ലാമിക വിശ്വാസത്തോടും അതിന്റെ പാരമ്പര്യത്തോടും അനുഷ്ഠാനത്തോടും നാം ഏത് രീതിയിലാണോ സമീപിക്കുന്നത്, ആ സമീപനമാണ് ഇന്ന് മുസ്ലിം ജീവിതത്തിലെ ഈ രീതിയിലേക്ക് അധപ്പതനത്തിലേക്ക്, വിജ്ഞാനത്തിൽ അധപ്പതനത്തിലേക്ക് നയിച്ചത് എന്ന് നഖീബുൽ അത്താസ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. പാരമ്പര്യ ഇസ്ലാമിനെ മുൻനിർത്തിയുള്ള അദ്ദേഹത്തിന്റെ ആലോചനയെ അതിന്റെ ഫലമായി ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ആശയമാണ് അറിവിന്റെ ഇസ്ലാമീകരണം എന്നുള്ളത്. അദ്ദേഹം ഇബ്നു സിനയെ പോലെയുള്ളവരെ ഉദാഹരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളും ഇന്ന് നാം കാണുന്ന ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ വാസ്തവത്തിൽ മുമ്പ് അത് ഇസ്ലാമിന്റെ പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞരും കണ്ടെത്തിയിട്ടുള്ളതാണ്. പിന്നീട് ഇസ്ലാമിന്റെ വിജ്ഞാനത്തിന്റെ മുകളിലേക്കുണ്ടായിരുന്ന പാശ്ചാത്യ അധിനിവേശമാണ് അത് ഇന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു കടക്കാൻ ഇടയാകുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ തിരിച്ച് ഇസ്ലാമിലേക്ക് തന്നെ കൊണ്ടുവരിക എന്നുള്ള ഒരു ആശയത്തിന്റെ സങ്കല്പമായിട്ടാണ് ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്ന് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ തന്നെ ഇസ്ലാമൈസേഷൻ ഓഫ് നോളജ് എന്നുള്ളത് അദ്ദേഹം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ പല ആളുകളും വലിയ ഗവേഷകരും ഒക്കെ തന്നെയും ഇതിനെ എതിർക്കുന്നുണ്ട്. അദ്ദേഹം ഇതിനൊരു നാമം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഇസ്ലാമിൽ കാലാകാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിന് അദ്ദേഹം പുതിയൊരു വഴിയിലേക്ക് തിരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് വിമർശനങ്ങളും ഏൽക്കുന്നുണ്ട്. 1960കളിലാണ് ഇതുമായി ബന്ധപ്പെട്ട് നഖീബുൽ അത്താസ് ഗവേഷണങ്ങളും വലിയ ചിന്തകളൊക്കെ നടത്തുന്നത്. എപ്പിസ്റ്റമോളജി, അതുപോലെ തന്നെ ഫിനോമിനോളജിയിലും ഫിലോസഫിയിലും ഇസ്ലാമിക സയൻസ്, ഇസ്ലാമിക സെമാന്റിക് സ്റ്റഡീസ് എന്നിവയിലായിട്ട് അദ്ദേഹത്തിന് 26ഓളം വരുന്ന വലിയ ഗ്രന്ഥങ്ങളായിട്ടുണ്ട്. സെമാന്റിക് വായനകളിൽ അദ്ദേഹം പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന സാധനമുണ്ട്. അത് ഇൽമ് നോളജി എന്നുള്ളതാണ്. ഇൽമ് എന്നുള്ളതിനെ നോളജി എന്ന് വിവർത്തനം ചെയ്യപ്പെടുന്നതിലൂടെ അതിലൂടെ അതിന്റെ സത്ത നഷ്ടപ്പെടുകയാണ് എന്നുള്ളതും, ഇൽമ് അത് ആത്മീയമായി കിടക്കുന്ന അറിവാണ്. നോളജി എന്നാല് അത് ഭൗതികമായ അറിവ് മാത്രമാണ്. ഈ ഭൗതികമായ അറിവായ നോളജിന്റെ നിലനിൽപ്പിന് ഇൽമ ആവശ്യമായി വരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ദീന് എന്നുള്ളതുമായി ബന്ധപ്പെട്ട്. ദീൻ അത് ദൈനിൽ നിന്നാണ്. അത് സ്രഷ്ടാവിനോടുള്ള പടപ്പിന്റെ ചില കടങ്ങൾ വീട്ടുക എന്നുള്ള അടിസ്ഥാനത്തിലാണ്, ദൈനിൽ നിന്നാണ് ദീന് ഉരുത്തിരിഞ്ഞു വന്നത് എന്നും അദ്ദേഹം സെമാന്റിക് സ്റ്റഡീസുകളിൽ അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും. അത് അദബില്ലായ്മയാണ് ലോകത്ത് ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ വിദ്യാഭ്യാസത്തിന്റെ അന്തസത്ത എന്ന് പറഞ്ഞത് അത് അദബാണ്. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെയും അതിലേറെ പ്രസക്തമായുള്ളത് അദബ്, ഇൽമ്, മനുഷ്യ പ്രകൃതം എന്നിവയെ മുൻനിർത്തിയുള്ള ആയത്തിലുള്ള പഠനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. മുസ്ലിം നേരിടുന്ന ആന്തരിക പ്രശ്നങ്ങളുടെ എല്ലാം തന്നെ കാരണം ഈ അദബില്ലായ്മയാണ്. അദബ് എന്നുള്ളത് ഞാൻ എന്താണോ, സ്വത്വത്തെ നമ്മെ തിരിച്ചറിയലാണ്, നമ്മുടെ സ്ഥാനത്തെ തിരിച്ചറിയലാണ്. ഈ തെർബിയത്ത് എന്നുള്ളതിനേക്കാൾ പ്രധാനമായി കിടക്കുന്നത് തഅദീബാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് നബി തങ്ങളുടെ ഹദീസിനെ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അത് അള്ളാഹു എനിക്ക് അദബ് പഠിപ്പിച്ചു തന്നു, ഞാൻ അതിൽ ഏറ്റവും ഉത്തമനായി എന്ന് നബി തങ്ങൾ പറയുന്നുണ്ട്. ഈ ഒരു ആശയത്തെ അദ്ദേഹം കൊണ്ടുവരുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് ഇസ്ലാമിക് എഡ്യൂക്കേഷൻ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ്. അത് മാത്രമല്ല,
എങ്ങനെയാണ് ഇവിടെയുള്ള ജ്ഞാനങ്ങളെ ഇസ്ലാമികവൽക്കരിക്കുന്നത് എന്ന് അള്ളാഹ് അതിനൊരു മാർഗം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിലൊന്ന് ഐസൊലേഷൻ ആൻഡ് ഇൻഫാക്ഷൻ എന്നുള്ളതാണ്. എല്ലാ ജ്ഞാനത്തെയും ഒരുമിച്ച് കൂട്ടുകയും അതിൽ കിടക്കുന്ന പിഴവുകളെ മാറ്റി ഇസ്ലാമിക കോൺസെപ്റ്റുകൾ അതിലേക്ക് ചേർത്തുകൊണ്ട് അത് അക്കാദമിക തലങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ സിലബസുകളാക്കി മാറ്റണം. ആ അർത്ഥത്തിൽ അദ്ദേഹം മലേഷ്യയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സ്ഥാപിക്കുന്നുണ്ട്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇസ്ലാമിക് സ്റ്റഡീസ് എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. തഅദീബ് മനുഷ്യനെ സാംസ്കാരികനാക്കുകയും സംസ്കരിക്കവൽക്കരിക്കുകയും അതുപോലെ തന്നെ അതബുള്ളവനാക്കുകയും ചെയ്തിട്ട് ഇൻസാനുൽ കാമിലാക്കി മാറ്റലാണ് വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം എന്ന് നഖീബുൽ അത്താസ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ പറയുന്നു. വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.